ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ 4th ചാപ്റ്ററാണ്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും മനസ്സിലാക്കി പഠിച്ചാൽ ഏത് സബ്ജക്റ്റും വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക. എൻ്റെ മറ്റ് ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ വിലപ്പെട്ടതായി കണക്കാക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസും അതുപോലെ മോട്ടിവേഷൻ വീഡിയോസും എല്ലാം നിങ്ങളിൽ എത്തുന്നതാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രധാന പോയിന്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത്. വാരി വലിച്ച് കുറേ കണ്ടൻറ്റുകൾ തരുന്നില്ല. അത് നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാം, എക്സാമിന് പഠിക്കുകയും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഈ പാഠത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രിട്ടീഷ് ചൂഷണങ്ങൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ചൂഷണവും അതുപോലെ തന്നെ അതിനെതിരെയുള്ള ഇന്ത്യക്കാരുടെ ചെറുത്തുനിൽപ്പുകളുമാണ് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികളെക്കുറിച്ചൊക്കെ. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാം. ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെയാണ് ബ്രിട്ടീഷുകാർ വരുന്നത്, പിന്നെ ഫ്രഞ്ചുകാർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആധിപത്യം ബ്രിട്ടീഷുകാർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 1757 ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ, പ്ലാസി യുദ്ധത്തോടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ പാകി. അതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വലിയൊരു ഭാഗം പ്രദേശങ്ങൾ അവർ കൈയടക്കി വെച്ചു. 63% നേരിട്ടും പ്രദേശങ്ങൾ അവരുടെ കീഴിലായിരുന്നു. അതുപോലെ ബാക്കിയുള്ളത് നാട്ടുരാജാക്കന്മാരുടെ ഇവരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരുടെ കീഴിലുള്ള പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ ഇതിൽ ഇവരുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് കർഷകരാണ്. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ കർഷകരുടെ നട്ടെല്ലൊടിച്ചു എന്ന് തന്നെ പറയാം. അവർ നടപ്പിലാക്കിയ നികുതി നയം, ആ നികുതി നയത്തിലൂടെ ബ്രിട്ടീഷുകാർ ലക്ഷ്യമിട്ടത് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് പറഞ്ഞതാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. ഈ പാഠത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ഭൂനികുതി വ്യവസ്ഥ, അതാണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ളത്. ആദ്യം അവരുടെ ഭൂനികുതി വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം, അവ നടപ്പിലാക്കിയ പ്രദേശങ്ങളും. ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 2 റയറ്റുവാരി വ്യവസ്ഥ, 3 മഹൽവാരി വ്യവസ്ഥ. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. രണ്ടാമത്തേത് റയറ്റുവാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്, അതായത് സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. മൂന്നാമത്തേത് മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്, നോർത്ത് വെസ്റ്റ് റീജിയൻസിലാണ്. പെർമനൻ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ബംഗാൾ, ബീഹാർ, ഒറീസ റീജിയൻസ്. റയറ്റുവാരി സിസ്റ്റം സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. മഹൽവാരി സിസ്റ്റം നോർത്ത് വെസ്റ്റ് റീജിയൻസ്. ഇനി നമുക്ക് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അത് പരിചയപ്പെടാം. 1. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. നികുതി കളക്ഷൻ ജമീന്ദാർമാരാണ് ചെയ്തത്. അവരത് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കുകയായിരുന്നു കളക്ട് ചെയ്തിട്ട്. 2. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ ആയിരുന്നു. ഭൂ ഉടമ ജമീന്ദാർ ആയിരുന്നു. 3. ജമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ ആ ഭൂമിയിലെ കുടിയാന്മാരായിട്ട് മാറി. 4. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. 5. വിളവ് മോശമായാലും നികുതി നൽകണം. 6. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. അതായത് ആദ്യമൊക്കെ ഇവർ ഉൽപ്പന്നങ്ങളാണ് കർഷകർ കൊടുത്തിരുന്നത്, പക്ഷേ പിന്നീട് അത് പണമായി നൽകണം എന്നൊരു വ്യവസ്ഥ വന്നു. ദി ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. ഇൻ ദി പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ദി ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. Second, Zamindar was the owner of the entire land where he had the jurisdiction to collect tax. Third, while the Zamindar became the owners of the land, the actual farmers became tenants. Next, farmers were to pay up to 60% of the yield as tax. 5. Tax was to be paid even at the time of poor yield. 6. The tax was to be paid in cash strictly before the cut-off date. Before introducing this system, tax could be paid in kind. ഇനി നമുക്ക് റയറ്റുവാരി സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. ഇത് നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഇവർ
കളക്ട് ചെയ്തിരുന്നത് ഈ റൈറ്റ് വാരി സിസ്റ്റത്തിൽ. റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കർഷകരാണ്. കർഷകരിൽ നിന്ന് നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. അതുപോലെ അമിത നികുതിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നികുതി വർദ്ധിപ്പിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. ഈ 3 പ്രത്യേകതകൾ ഓർമ്മിച്ച് വെക്കുക. ദി ഫീച്ചേഴ്സ് ഓഫ് റൈറ്റ് വാരി സിസ്റ്റം. ദി ലാൻഡ് റവന്യൂ കളക്റ്റഡ് ഫ്രം സൗത്ത് ഇന്ത്യൻ റീജിയൻസ്. ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദി ഫാർമേഴ്സ്. ദി ടാക്സ് റേറ്റ്സ് വെയർ ഫ്രീക്വൻറ്റ്ലി ഇൻക്രീസ്ഡ്. ഓണർഷിപ്പ് ഓഫ് ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദി ഫാർമേഴ്സ്. ഇനി മഹൽവാരി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. മഹൽവാരി എന്ന് പറഞ്ഞാൽ ഗ്രാമ യൂണിറ്റിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും കർഷകർ ഗ്രാമത്തലവനെ നികുതി ഏൽപ്പിച്ചിട്ട് അത് ബ്രിട്ടീഷുകാർ പിരിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിൽ ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചിരുന്നത്. നികുതി കൂടുതലായിരുന്നു. അതുപോലെ ഗ്രാമത്തെ ഒരു യൂണിറ്റ് കണക്കാക്കിയാണ് നികുതി പിരിച്ചിരുന്നത്. The features of Mahalwari system. Land revenue collected by village headman. Village was considered as a single unit for tax collection. Tax rate was excessive. ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു ചോദ്യമായിട്ട് വരുന്നത് ബ്രിട്ടീഷ് നികുതി നയങ്ങൾ. എങ്ങനെയൊക്കെ നികുതി പിരിച്ചിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഈ നികുതി നയങ്ങൾ എങ്ങനെയാണ് കർഷകരെ കൊള്ളപ്പലിശക്കാരുടെ ചൂഷണത്തിലേക്ക് തള്ളിവിട്ടത് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അതായത് പലിശക്ക് പൈസ കടം വാങ്ങി അത് അടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ തട്ടിയെടുത്തു. How did the British land revenue policy make the peasantry fall easy prey to the exploitation of money lenders? The land revenue policies implemented by the British affected the agricultural sector. When they were unable to pay tax in the form of money before the deadline, they had to take loan from money lenders at a high rate of interest. The loans were obtained by mortgaging agricultural land. The agricultural land of farmers who could not pay back the loan and interest was seized by the money lenders. ഇനി നമുക്ക് ആ സമയത്ത് ഇന്ത്യയിൽ കൃഷിയുടെ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് നടന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് സ്വന്തം കുടുംബത്തിനും ഗ്രാമത്തിനും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അവരുടെ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അതായത് ഭക്ഷ്യവിളകൾക്ക് പകരം നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ അവർ നിർബന്ധിച്ചു. അതിനെയാണ് നമ്മൾ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നതുകൊണ്ട് പറയുന്നത്. Commercialization of agriculture. Traditionally, the peasants in India were engaged in agriculture mainly to produce things only to meet the needs of their family and the village. During the British rule, they were compelled to cultivate crops according to the market needs. As a result, commercial crops were largely cultivated instead of food crops. This transformation is termed as commercialization of agriculture. ഇനി ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത വിളകൾ, ക്രോപ്സ് ഏതൊക്കെ റീജിയൻസിലാണെന്ന് കൂടി നോക്കാം. ഇൻഡിഗോ ഒരു നാണ്യവിളയാണ്, ക്യാഷ് ക്രോപ്സ്. കോട്ടൺ, ഷുഗർ കെയിൻ, ടീ, ജൂട്ട്, വീറ്റ്. ഇൻഡിഗോ ബംഗാൾ, ബീഹാർ, പ്രദേശ് റീജിയൻസിലാണ്. കോട്ടൺ മഹാരാഷ്ട്ര, പഞ്ചാബ്. ഷുഗർ കെയിൻ ഉത്തർപ്രദേശ്. ടീ ആസാം, കേരള. ജൂട്ട് ബംഗാൾ. വീറ്റ് പഞ്ചാബ്. നീലം ബംഗാൾ, ബീഹാർ. പരുത്തി മഹാരാഷ്ട്ര, പഞ്ചാബ്. കരിമ്പ് ഉത്തർപ്രദേശ്. തേയില ആസാം, കേരള. ചണം ബംഗാൾ. ഗോതമ്പ് പഞ്ചാബ്. ഓരോ റീജിയൻസിൻ്റെയും ക്ലൈമറ്റും അതുപോലെ സോയിലൊക്കെ മണ്ണൊക്കെ നോക്കിയിട്ടാണ് ഇത്തരം വിളകളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നത്, കൃഷി ചെയ്തിരുന്നതും. ഇനി നമുക്ക് ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന കർഷക കലാപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് 1859 നീലം കലാപം. ബംഗാളിൽ കർഷകർ നടത്തിയ നീലം കലാപം. ഇതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവം തുടങ്ങിയതോടുകൂടി തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും നീലത്തിന് വൻ ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായി വന്നു. അവർ കർഷകർക്ക് മുൻകൂറായിട്ട് ഒരു വൻ തുക ഓഫർ ചെയ്തുകൊണ്ട് അവരെ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിപ്പിച്ചു.
അങ്ങനെ നല്ല അവരുടെ ഭക്ഷ്യവിള കൃഷി ചെയ്തിരുന്ന സ്ഥലത്തു കൂടി അവർക്ക് നീലം കൃഷി ഇറക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. അവസാനിക്കാത്ത ദുരിതങ്ങളും ചൂഷണവും കർഷകരെ കലാപത്തിന് പ്രേരിപ്പിച്ചു. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്തതായിട്ട് കർഷക കലാപം കേരളത്തിലാണ് ഉണ്ടായത്. 921 കലാപം നമ്മൾ മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന കലാപം ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെയും പോലെ ജന്മിമാരുടെ ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെയാണ് നടന്നത്. മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് മാപ്പിള കലാപം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മലബാറിൽ രൂപപ്പെട്ട മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേകം പോലീസ് സേന ഉണ്ടായിരുന്നു, MSP. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് ഈ കലാപത്തിന് കാരണമെന്ന് ഈ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇൻഡിഗോ റെവല്യൂഷൻ, അതായത് ഇൻഡിഗോ റിവോൾട്ട്, 1859 നീലം കലാപം, അതുപോലെ തന്നെ മലബാർ കലാപം, അതിൻ്റെ ഭാഗമായിട്ട് മലബാർ സ്പെഷ്യൽ പോലീസ് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ വില്യം ലോഗൻ കമ്മീഷൻ്റെ അദ്ദേഹം കണ്ടെത്തിയ കാരണം എന്തായിരുന്നു എന്നുള്ളത് കൂടി ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര കലാപങ്ങൾ നോക്കാം. അതായത് ആദിവാസി കലാപങ്ങൾ കാടുകളിൽ നടന്നിട്ടുള്ളത്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്രജനതയാണ് സന്താൾ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം. ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ 1855 കലാപം നടത്തിയത്. അതുപോലെ തന്നെ ഇത് പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഗോത്രജനതയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. അവർ വനവിഭവങ്ങൾ ശേഖരിക്കുക, കന്നുകാലി വളർത്തുക, പുനം കൃഷി, വേട്ടയാടൽ, അതാണ് അവരുടെ മുഖ്യ തൊഴിൽ. അവരുടെ ആ തൊഴിലിനൊക്കെ ബ്രിട്ടീഷുകാർ ഭംഗം വരുത്തുകയും അതുപോലെ സംരക്ഷിത വനങ്ങൾ വെട്ടിമുറിച്ച് കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തതാണ് ഗോത്രകലാപത്തിന് പ്രധാനപ്പെട്ട കാരണമായത്. അടുത്തതാണ് കുറിച്യ കലാപം. ഇത് 1812 വയനാട്ടിലാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ അമിത നികുതി ചുമത്തിയത്, പോലെ നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. 3 reasons of Kurichya revolt in 1812: imposition of excessive tax by the British, compulsion for paying tax in cash, seizing of agricultural land for non-payment of tax. ഇതിൻ്റെ ലീഡർ രാമൻ നമ്പി ആയിരുന്നു, ഗോത്ര നേതാവായിട്ടുള്ള രാമൻ നമ്പി. ആ സമയത്ത് TH ബേബറാണ് തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ട് ഉണ്ടായിരുന്നത്. ഇനി കുറച്ചുകൂടി ഗോത്രകലാപങ്ങളുടെ പേര് പഠിക്കാം. പഹാരിയ കലാപം, കോൾ കലാപം, കാസി കലാപം, ബീൽ കലാപം, മുണ്ട കലാപം. പഹാരിയ റിബല്ലിയൻ, കോൾ റിബല്ലിയൻ, കാസി റിബല്ലിയൻ, ബിൽ റിബല്ലിയൻ, മുണ്ട റിബല്ലിയൻ. ഇനി നമുക്ക് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നോക്കാം. ഒന്ന്, അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി. ഇന്ത്യയിലുള്ള തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി. അതുപോലെ റെയിൽവേ വ്യാപകമായത്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, ബ്രിട്ടീഷ് ചൂഷണം, അതുപോലെ യന്ത്രനിർമ്മിത തുണിത്തരങ്ങൾക്ക് വില കുറവായതിനാൽ ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന യന്ത്രനിർമ്മിത തുണിത്തരങ്ങളുടെ വില കുറവായതൊക്കെയാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്, ലോസ് സപ്പോർട്ടഡ് ടു ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, മെഷീൻ മെയ്ഡ് ക്ലോത്ത്സ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ. ഇനി നമുക്ക് ഗ്രാമീണ വ്യവസായങ്ങളും അതിൻ്റെ തകർച്ചയുടെ കാരണങ്ങളും നോക്കാം. മൺപാത്ര നിർമ്മാണം. ഇന്ത്യയിൽ മൺപാത്ര വിപണി തകരാനുള്ള കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ്. തുകൽപ്പണി തകരാനുള്ള കാരണം അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ്. മരപ്പണി തകരാനുള്ള കാരണം ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗമാണ്. ദി ഡിക്ലൈൻ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കോസ് ഓഫ് ഡിക്ലൈൻ. പോട്ടറി, ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്, ടാനിങ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്, കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. ഇനി 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ വ്യവസായങ്ങളൊക്കെ ആരംഭിച്ചു. അതിൽ ഇന്ത്യക്കാരായ വ്യവസായങ്ങളിലെ തൊഴിലാളികൾ ചൂഷണത്തിനിരയായി. അതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്.
മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ. The reason for the labor's exploitation in Indian industry in 19th century: prolonged working hours, meager wages, unhealthy accommodation. ഈ സമയത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭണം നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരങ്ങളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാനുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻ 1857. 1857 കലാപം ആരംഭിക്കുന്നത് മീററ്റിലാണ്. ഇതിന് തുടക്കം കുറിക്കുന്നത് ഇന്ത്യൻ പട്ടാളക്കാർ എന്നറിയപ്പെടുന്ന ശിപ്പായിമാരാണ്. അതുകൊണ്ട് ഇതിന് ശിപ്പായി ലഹള എന്ന പേര് കൂടിയുണ്ട്. പല കാരണങ്ങളുണ്ടായിരുന്നു. കർഷകരുടെ ദുരിതങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, അത് എന്തൊക്കെ ചൂഷണങ്ങൾ നടന്നു, ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ തകർച്ച, അത് പഠിക്കണം. അതുപോലെ രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, രാജാക്കന്മാർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ. അവസാനമാണ് ശിപ്പായിമാരുടെ പ്രശ്നങ്ങൾ വരുന്നത്. ശിപ്പായിമാർ ഈ കലാപത്തിന് മുൻകൈ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇത് പെട്ടെന്നുള്ള കാരണം എന്ന് പറയാം, അവരുപയോഗിച്ചിരുന്ന സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്നൊരു വ്യാജ പ്രചരണം പരക്കുകയും അത് ശിപ്പായികളെ കലാപത്തിന് മുൻകൈ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ബംഗാളിലെ ബാരക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന സൈനികനാണ് ആദ്യമായിട്ട് അറസ്റ്റിലായതും വിചാരണ ചെയ്ത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. The immediate reason for the First War of Indian Independence in 1857: the rumor that the cartridge in the newly supplied Enfield rifles were greased with the fat of cows and pigs provoked them. It wounded the religious sentiments of the Hindu and Muslim soldiers. The soldiers who were unwilling to use the new cartridge were punished by the officers. In Barakpur in Bengal, Mangal Pandey, an Indian soldier, shot at a British officer who forced him to use the new cartridge. He was arrested and hanged to death. ഇതിൽ രാജാക്കന്മാരെ കലാപത്തിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ, അതായത് കുട്ടികളില്ലാത്ത രാജാക്കന്മാർക്ക് കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശത്തെ ഇവർ ഇല്ലാതാക്കി, നിയമം മൂലം ഇല്ലാതാക്കി ബ്രിട്ടീഷുകാർ. അപ്പോൾ ആ നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണം. In addition to the doctrine of lapse, the princely states were convicted of inefficient rule and were annexed by the British. This made the kings to lead the rebellion. ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കലാപസ്ഥലങ്ങളും ലീഡേഴ്സുമാണ്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഡൽഹി ബഹദൂർ ഷാ രണ്ടാമനാണ് നേതൃത്വം നൽകിയത്. ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂർ നാനാ സാഹിബ് താന്തിയോ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ട് ആൻഡ് ലീഡേഴ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പേരുകൾ ഓർത്തു വെക്കുക. ഈ കലാപം ഒരു പരാജയമായിരുന്നുവെങ്കിലും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് നേരിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇനി ഇതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇത് രൂപം കൊള്ളുന്നത് 1885 ഡിസംബറിലാണ്, ബോംബെയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പ്രതിനിധികളാണ്. അന്ന് മുതൽ 1885 മുതൽ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഏറ്റവും വലിയൊരു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ഡിസംബർ 1885 ഇൻ ബോംബെ. 72 delegates from different parts of India attended its first session. ഇനി നമുക്ക് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ അവർ ഇന്ത്യയിൽ നടത്തിയ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കെതിരെ ആദ്യമായിട്ട് പഠനം നടത്തിയത് ദാദാഭായ് നവറോജി എന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട സിദ്ധാന്തം നമ്മൾ പഠിച്ചു വെക്കണം, ചോർച്ചാ സിദ്ധാന്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങൾ, ചോർച്ചാ സിദ്ധാന്തം രേഖപ്പെടുത്തിയ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ.
അതിൽ അദ്ദേഹം പറയുന്ന ചോർച്ചാ സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രെയിൻ തിയറി ബൈ ദാദാഭായ് നവറോജി ഇൻ ഇറ്റ്സ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി എങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ റീസൺ, ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും കൂടുതലായിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. പോവർട്ടി, ഹൗ ഡിഡ് ദി ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്, സാലറി ആൻഡ് പെൻഷൻ ടു ദി ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ, പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദി സെയിൽ ഓഫ് ദി ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ഇൻ ഇന്ത്യ, ടാക്സ് ഫ്രം ഇന്ത്യ. ദാദാഭായ് നവറോജിക്ക് പുറമെ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ അഫക്റ്റ് ചെയ്തതെന്ന് പഠിച്ച മറ്റുള്ള രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരൊക്കെ. ഈ ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് 2-3 മാർക്കിൻ്റെ. അതുപോലെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സ്വദേശി പ്രസ്ഥാനമാണ്. 1905 ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യക്കാരായ ആളുകൾ സമരത്തിൻ്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതിയാണ് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ബഹിഷ്കരണം നടത്തിയിട്ട് സ്വന്തമായിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ തുടങ്ങുക. അതിനുദാഹരണം ഇന്ത്യയിൽ കുറേ തുണിമില്ലുകൾ തുടങ്ങി, സോപ്പ് ഫാക്ടറി, തീപ്പെട്ടി കമ്പനി, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ സ്ഥാപിച്ചു. അന്ന് സ്ഥാപിതമായിട്ടുള്ളതാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തുടങ്ങിയവയൊക്കെ. ദി മേജർ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ഫോർ ദി ആൻറ്റി പാർട്ടിസിപ്പേഷൻ മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ ഇൻ 1905 was the boycott of foreign goods and consumption of indigenous products. As part of the agitation, foreign goods were collected and burned publicly. This is known as Swadeshi movement. ഈ സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യയിൽ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്വദേശിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നവർ, ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവരൊക്കെ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമില്ലാത്ത ഭരണമാണ് എന്ന് പ്രഖ്യാപിച്ചയാളാണ് ബാലഗംഗാധര തിലക്. The leaders like Balagangadhara Tilak, Lala Lajpat Rai and Bipin Chandra Pal emphasized the necessity of overthrowing the foreign rule. These leaders were together known as Lal Bal Pal. Swaraj is better than the best form of foreign rule. This proclamation of Balagangadhara Tilak inspired the national movement. അപ്പോൾ ഇത്രയും ഞാൻ ഈ സംസാരിച്ച കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആൻസർ ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്, അത് നോക്കുക. പോലെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. അതായത് സ്വദേശി സമരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയും പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം ക്ലാസ്സുകളും മറ്റുള്ള മോട്ടിവേഷൻ വീഡിയോസൊക്കെ നിങ്ങളിൽ എത്തുന്നതാണ്. മറ്റ് പാഠഭാഗങ്ങളുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.